ഒന്നോ രണ്ടോ അല്ല, വിഷയങ്ങൾ നിരവധിയുണ്ട്. ഭരണപക്ഷ MLA പോലും ഉന്നയിച്ച വിഷയങ്ങളുണ്ട്. അതിലൊന്നും നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല പാർട്ടിക്കും സർക്കാരിനും മുഖ്യമന്ത്രിക്കും. ഇന്ന് ADGPയെ മാറ്റി നിർത്തി എന്നുള്ള ഒരു തീരുമാനം, ആ ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആര്യ, ADGP MR അജിത് കുമാറിൻ്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് DGP അത് അന്വേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നേരത്തെ ആര്യ സൂചിപ്പിച്ചിരുന്നു, ഈ സന്ദർശനങ്ങൾ നടക്കുമ്പോൾ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായി ഈ സന്ദർശനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് തന്നെ നമുക്കറിയാം, ഒരു പോലീസ് സ്റ്റേഷൻ മുതൽ DGP തലം വരെയുള്ള എല്ലാ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ്. അവർ കൃത്യമായി അതാത് ഉദ്യോഗസ്ഥരെ, ഒരു SI മുതൽ ഉള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ അന്നന്ന് മുകളിലേക്ക് അയക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ തൃശ്ശൂരിൽ 2023 ഡിസംബറിലാണ് തൃശ്ശൂരിൽ ദത്താത്രേയ ഹോസ്പിറ്റലിലെ ഈ MR അജിത് കുമാർ കണ്ടത്. അത് ആ സന്ദർശനം ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു. സുഹൃത്തിനൊപ്പം 1 മണിക്കൂർ ആ കൂടിക്കാഴ്ച നീണ്ടു എന്നുള്ള കാര്യം കൃത്യമായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത മാസമാണ്, അതായത് ജൂൺ മാസത്തിൽ, 2023 ജൂൺ മാസത്തിലാണ് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച്, കോവളത്തെ ഒരു ഹോട്ടലിൽ വെച്ച് റാം മാധവനെ കാണുന്നത്. അതിൻ്റെ ആ സന്ദർശനം മറ്റ് ചില ഈ വ്യവസായ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ചേർന്നുകൊണ്ടാണ് അന്ന് ആ സന്ദർശനം നടത്തുന്നത്. അത് ഏതാണ്ട് 10-20 മിനിറ്റ് മാത്രമാണ് നീണ്ടു നിന്നതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായ സമയം, സ്ഥലം, ആരൊക്കെ കൂടുണ്ടായിരുന്നു, ഇതൊക്കെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ MR അജിത് കുമാറിൻ്റെ RSS നേതാക്കളുടെ സന്ദർശനം സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. ആ റിപ്പോർട്ട് സ്വാഭാവികമായും ഡെയിലി ബ്രീഫിംഗിൽ DGP മുഖ്യമന്ത്രി ധരിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരത്തെ ഈ കാര്യങ്ങൾ അറിയാം. മുഖ്യമന്ത്രിക്ക് അറിയാം. എന്നിട്ടും മുഖ്യമന്ത്രി അതിൽ ഒരു വിശദീകരണം പോലും ചോദിക്കേണ്ടതില്ല, അതിനെ പറ്റി ആലോചിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കും? അത്രയും ലാഘവത്തോടെ എഴുതി തള്ളാൻ കഴിയുന്നതാണോ RSSന്റെ മുതിർന്ന നേതാക്കളുമായുള്ള സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക്? അതിന് മുഖ്യമന്ത്രി തന്നെയാണ് ഇനി മറുപടി പറയേണ്ടത്.